മുരളി കുന്നംപുറത്തിന് എല്ലാവർക്കും സുപരിചിതനാണ്. അദ്ദേഹം പ്രശസ്തനുമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. താൻ ആത്മഹത്യയുടെ വക്കിലാണെന്നും ജീവിതം വളരെയേറെ പ്രതിസന്ധിയിൽ കൂടിയാണ് മുന്നോട്ടേക്ക് പോകുന്നതും എന്നൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹം പങ്കുവച്ചത്. മുരളി കുന്നംപുറത്ത് ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. വളരെ വികാരഭരിതനായിട്ടായിരുന്നു, പൊട്ടിക്കരഞ്ഞുകൊണ്ടായിരുന്നു. വലിയ കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു വീഡിയോ പങ്കുവച്ചത്. ആ സിനിമയുടെ മൊത്തം മുതൽ മുടക്ക് എത്രയാണ്? നിങ്ങൾക്ക് എത്രയാണ് ലാഭം കിട്ടിയത്? താങ്കൾ മാത്രമായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസ്? ഞാൻ പിന്നെ അവസാനം ഗോകുലം വന്നിട്ട് അവരാണ് നമ്മളെ രക്ഷിച്ചത്. അവരില്ലെങ്കിൽ നമ്മൾ പടം ഒരിക്കലും ഇറങ്ങുന്നില്ല. ഇപ്പോൾ വിത്ത് ഇൻട്രസ്റ്റാണ് ഞാൻ പറഞ്ഞത്. 22 കോടി 54 ലക്ഷം വിത്ത് ഇൻട്രസ്റ്റ് എല്ലാം കൂടിയിട്ടാണ് പടത്തിൻ്റെ ചിലവ്. മറ്റൊരു സിനിമയെ മറ്റു പറയുന്നത് നദികളിൽ സുന്ദരി യമുന, അതിനും ഇതേ രീതിയിലുള്ള 2 കോടി നഷ്ടമാണ്. അതിൽ പിന്നെ എൻ്റെ സുഹൃത്തും എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന വിലാസ് കുമാർ ഉണ്ടായിരുന്നു. വിലാസാട്ടൻ ഞാനും കൂടി ചെയ്തത്. 2 കോടി നഷ്ടമാണ്. അതിൽ 1 കോടി എനക്കും പോയി, വിലാസാട്ടൻ 1 കോടി പോയി. ഇതൊക്കെ തിരിച്ചു പിടിക്കാമെന്ന് വെച്ചിട്ട് സുമതി പോലെ ചെയ്തത്. അപ്പോൾ എല്ലാം കൂടി പെട്ടുപോയി. എങ്ങനെയാണ് ഈ സിനിമ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളത്? എല്ലാ സിനിമകളൊന്നും വിജയിക്കാറില്ല. പക്ഷേ ഏത് ഘട്ടത്തിലാണ് ഇവർ ചതിച്ചു എന്ന് ഒരു ആരോപണം ഉന്നയിക്കാൻ കാരണം എന്താ? ഈ അഭിലാഷ് ചതി തന്നെയല്ലേ. ഞാൻ അവരോട് വരുമ്പോൾ 2-2.5 കോടി എൻ്റെ ഉണ്ടാവുമല്ലോ. എന്നെ കൊണ്ടുവന്നിട്ട് ഇതിൽ ചാടിച്ചിട്ട് 7 കോടിക്ക് തീർക്കുക, 12 കോടിക്ക് 13 കോടിക്ക് തീർക്കുക. പിന്നെ ഇത്രയും പൈസ പിന്നെ ചതി എന്നല്ലാണ്ട് പിന്നെ എന്താ ഞാൻ ഭാഷ ഉപയോഗിക്കണേന്? ആ വീഡിയോ ഡിലീറ്റ് ആക്കിയെങ്കിലും അതിൽ പറഞ്ഞ ആരോപണങ്ങളൊക്കെ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. 100%, 101% ഉറച്ചു നിൽക്കുക. 1 വർഷമാണ് പ്രീ പ്രൊഡക്ഷൻ ഞാൻ ഇവരെ നോക്കിയത്. 1 വർഷം ഫ്ലാറ്റ് എടുത്ത് കൊടുത്തിട്ട് 1 വർഷം. ഈ ഘട്ടത്തിനിടയ്ക്കിൽ ഈ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തെങ്കിലും ചർച്ചകൾ നിങ്ങൾ തമ്മിൽ നടത്തും? അവരെന്നെ കുറിച്ച് അന്വേഷിച്ചില്ല. അഭിലാഷ് അടക്കം വിളിക്കും. എനിക്ക് അഭിലാഷിനോട് സത്യം പറയല്ലേ, അഭിലാഷ് ഈ പടത്തിൻ്റെ ഫിനാൻസ് ഒപ്പിക്കാനെല്ലാം അഭിലാഷ് എല്ലാം ഉണ്ടായി. പക്ഷേ അവസാനം ഈ പടം ഇങ്ങനെ ആയ സമയത്ത് തന്നെ ഒന്ന് കാണാനോ, ഞാൻ ഇത്രയും പ്രശ്നത്തിലാണെന്ന് ഒന്ന് കാണാനോ വിഷ്ണു ആരും വന്നിട്ടില്ല. പബ്ലിക്കായിട്ട് പറഞ്ഞില്ല 7 കോടിയെന്ന്. 7 കോടി എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ 22 കോടിയിലെത്തി നിൽക്കുന്നത്. അതെ, എന്തായാലും നേരത്തെ ആ തീരുമാനത്തിൽ നിന്ന് മാറി. അത് പെട്ടെന്ന് എന്തോ സംഭവിച്ചു പോയതാണല്ലേ? അത് ഏത് മനുഷ്യനും ഉണ്ടാവില്ല. പിന്നെ റീതിങ്ക് ചെയ്തു, മരിച്ചു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ജീവിക്കും, മക്കളെ കാര്യം എന്താ, ഇത്രയും ബാധ്യത അവരെന്ത് ചെയ്യും, അവരെങ്ങനെ ജീവിക്കും? ഓക്കെ, ഞാൻ കൂടുതൽ ഇമോഷണലാണ്, പ്ലീസ്. എന്തായാലും അദ്ദേഹം ബിസിനസ് നടത്തിയും സിനിമാ രംഗത്ത് വീണ്ടും സജീവമായും ഈ കടങ്ങളൊക്കെ തീർക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ ചില ആരോപണങ്ങൾ, സിനിമാ രംഗത്ത് പ്രവർത്തിച്ച സമയത്ത് അദ്ദേഹം നേരിട്ട ചില ദുരനുഭവങ്ങളിൽ അദ്ദേഹം ഇപ്പോൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്.